അസാമിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തുറ്റ നേതാവായിരുന്ന, ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്ന, അനിഷേധ്യ മുഖമായിരുന്നു തരുൺ ഗൊഗോയ്. ജനങ്ങളുടെ ഏറ്റവും വലിയ ഊർജവും കരുത്തുമായിരുന്ന മികച്ച പൊതുപ്രവർത്തകനും സംഘാടകനുമായ അദ്ദേഹം 3 തവണയാണ് തുടർച്ചയായി അസാം മുഖ്യമന്ത്രിയായത്. ഒരു രീതിയിലും വർഗീയതയെ വെച്ച് വാഴിക്കാൻ അനുവദിക്കാത്ത തികഞ്ഞ മതേതരവാദിയായ തരുൺ ഗൊഗോയുടെ മകനും അതേ പാതയിൽ അതേ രീതിയിൽ ശക്തമായി മുന്നേറുകയാണ്. ഒരുപക്ഷെ ലോക്സഭയിൽ BJPയുടെ 7 സ്വപ്നങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഗൗരവ് ഗൊഗോയ്. ഗൗരവ് ഗൊഗോയിയെ ഹിമന്ത് ബിശ്വ ശർമ്മ തന്നെ വിശേഷിപ്പിക്കുന്നത് എതിരാളിയാണെങ്കിൽ പോലും മികച്ച ഒരു ഉത്തമനായ ലീഡറാണ് എന്ന് തന്നെയാണ്. കാരണം തരുൺ ഗൊഗോയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലായിരുന്നു ഹിമന്ത ബിശ്വാസ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറിയതും പിന്നീട് BJPയിലെ ഒന്നാം കിട നേതാവായി മാറാൻ വേണ്ടി വലിയ തോതിൽ നാണം കെട്ട രാഷ്ട്രീയ കളികൾ പലതും നടത്തിയത്. പകപോക്കൽ രാഷ്ട്രീയമാണ് ഹിമന്തിൻ്റേത്. വർഗീയത അതിശക്തമായി വമിപ്പിക്കുന്ന ഹിമന്തിൻ്റെ ഈ സ്വഭാവം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ BJP നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഹിമന്ത് മനഃപൂർവ്വം അത് ഉണ്ടാക്കിയെടുത്തതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഗൗരവ് ഗൊഗോയ് പറയുന്ന ഒരു വാക്ക് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എഴുതി വെച്ചോളൂ, 2026 അസാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരും, ഹിമന്തിനെ ജയിലിലടയ്ക്കും എന്ന് തന്നെയാണ് തരുൺ ഗൊഗോയ് പറയുന്നത്. നിരവധിയായിട്ടുള്ള സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായും ഹിമന്തിനെ കടന്നാക്രമിക്കാൻ ഗൗരവ് ഗൊഗോയ് പലതവണ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഗൗരവ് ഗൊഗോയിയെ അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നും ഒക്കെയുള്ള വെല്ലുവിളിയും ഭീഷണിയുമൊന്നും ഒരു രീതിയിലും ഗൗരവിനെ ബാധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ യുദ്ധം സാക്ഷാൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെയാണ്. പാർലമെൻറ്റിലെ പ്രതിപക്ഷ ഉപനേതാവാണ് ഗൗരവ് ഗൊഗോയ്. അങ്ങനെയുള്ള ഒരു വൻ നേതാവിനെ ഹിമന്തിനെ പോലെ ഒരു ലോക്കൽ നേതാവ് വിചാരിച്ചാൽ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക് BJPക്കാരെ എന്നാണ് ഗൗരവ് കൃത്യമായി അസാമിലുള്ള BJPയിലെ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. ഹിമന്ത് എന്നോട് മുട്ടാൻ വരണ്ട, ഹിമന്തിന് ആള് തെറ്റിപ്പോയി. എൻ്റെ പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ നിങ്ങൾ പാർട്ടി വിട്ടു, നല്ല കാര്യം, പുകഞ്ഞ പുള്ളി അല്ലേലും പുറത്താണ്. പക്ഷേ നിങ്ങൾ കോൺഗ്രസിനോട് വ്യക്തിവൈരാഗ്യം തീർത്ത് ജയിക്കാമെന്ന് കരുതിയാൽ അത് ഏറെക്കാലം മുന്നോട്ട് പോകില്ല. അസാമിൽ മതേതരത്വ വിജയം തിരികെ ഉണ്ടാകുമെന്ന് ഞാനിതാ ഉറപ്പ് പറയുന്നു എന്നാണ് ഗൗരവ് ഗൊഗോയ് ഹിമന്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നത്.